നമസ്തേ. നീതിക്കായി സെക്രട്ടേറിയറ്റ് മുന്നിൽ ദിവസങ്ങളായി സമരം ചെയ്യുന്ന PSC റാങ്ക് ഹോൾഡേഴ്സിന് പിന്തുണയുമായി BJP യുവമോർച്ചയും രംഗത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമരപന്തൽ സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികളുമായി നേരിട്ട് സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയും PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വീണ്ടും രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെയാണ് ഈ സന്ദർശനം. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒപ്പം രാജീവ് ചന്ദ്രശേഖരുടെ പ്രതികരണവും കേൾക്കാം. സമരം ചെയ്യാനെങ്കിൽ എന്തിനിങ്ങനെ റാങ്ക് തന്നു, എന്തിനിങ്ങനെ റാങ്ക് തന്നു, എന്തിന് ഞങ്ങളെ മോഹിപ്പിച്ചു, എന്തിന് ഞങ്ങളെ മോഹിപ്പിച്ചു. ഞങ്ങൾക്കില്ല അധികാരികളെ ഇന്റർവ്യൂ നീതി കയറി, പഠിച്ചു പാസ്സായി ജോലിക്കണ്ടേ, പഠിച്ചു പാസ്സായി ജോലിക്കണ്ടേ. മൂല്യമതില്ലേ സർക്കാരെ, മൂല്യമതില്ലേ സർക്കാരെ, മൂല്യമതില്ലേ അധികാരികളെ, മൂല്യമതില്ലേ അധികാരികളെ. ഞങ്ങളെ ഇങ്ങനെ തെരുവിലിറങ്ങി, ഞങ്ങളെ ഇങ്ങനെ തെരുവിലിറങ്ങി എന്തിനിങ്ങനെ കൊല്ലുന്നു, എന്തിനിങ്ങനെ കൊല്ലുന്നു. ഞങ്ങളുടെ ജോലി അന്യായമായി വർദ്ധിപ്പിക്കുന്ന ഇന്ധനവില പിൻവലിക്കണം. ആഗോള വിപണിയിൽ ക്രൂഡോയിലിന്റെ വില $126 നിന്ന് $74 കുറയുമ്പോൾ അതിനാനുപാതികമായി പെട്രോളിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില കുറയ്ക്കാതെ അന്യായമായി വില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര BJP ഗവൺമെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇന്ന് തുടങ്ങിയ ഒരു വിഷയമല്ല. ഇത് 2 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു വിഷയമാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് അവർ എക്സാം കൊടുക്കുന്നു, തൊഴിലവസരത്തിന് വേണ്ടി PSCയിൽ എക്സാം കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ആ തൊഴിലവസരം, അവരുടെ അവകാശമായ തൊഴിലവസരം അവർക്ക് കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സഞ്ചരിക്കുന്നു, ഫോട്ടോ ഓപ്പ് എടുക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്, നമ്മുടെ കുട്ടികളും നമ്മളെ ഈ സംസ്ഥാനത്തിൻ്റെ തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നം പരിഹരിക്കണം. ഈ സർക്കാർ വന്നിട്ട് 2 മാസമായി, 2.5 മാസമായി 10,000 കോടി കൂടുതൽ കടമെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. ഒരു ഒറ്റ തൊഴിലവസരം സൃഷ്ടിച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ, അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. അവരൊപ്പം BJP ആദ്യവും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവും. കൃത്യമായി നമ്മൾ ഈ ഡൽഹിയിൽ കാണുന്ന രാഹുൽ ഗാന്ധിൻ്റെ നാടകവും CPM ചെയ്യുന്ന നാടകമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കുട്ടികൾക്ക് കൃത്യമായൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെ പരിഹരിക്കാൻ അവർ ഒരു കാര്യവും ചെയ്യില്ല, ഒരു വിരൽ ഉയർത്തില്ല. എന്നിട്ടാണ് പോയിട്ട് അവിടെ ഓരോന്ന് പറയുന്നത്. ഈ കുട്ടികളുടെ അവകാശമാണ്, തൊഴിൽ അവരുടെ അവകാശമാണ്. ഈ PSCയിൽ ഇവിടെ സമരം ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ 100% പിന്തുണയുണ്ട്. ഞാൻ അടുത്ത ആഴ്ച എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണും. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കും. സഭയിൽ ഇത് BJP ഉയർത്തുമെന്ന് ഞാൻ ഇന്നൊരു വാഗ്ദാനം കൊടുക്കുന്നു. അത് അവർക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അത് BJP അവരൊപ്പം ഉണ്ടാവും. കുട്ടികളുടെ ഒപ്പം
BJP എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ നിയമനാവശ്യവും തൊഴിലില്ലായ്മയും വീണ്ടും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. സമരത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.